ഇവിടെ നടന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ നിർബന്ധമായി ഗർഭിണിയാകാൻ നിർബന്ധിക്കുകയും അതിനുശേഷം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിന്റെ മേളിലാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വലിയൊരു ഒഫൻസാണ്. അതായത് അശാസ്ത്രീയമായ ഗർഭഛിദ്രം നടന്നിരിക്കുന്നു എന്നുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ഒഫൻസാണ്. നമ്മളിവിടെ നടക്കുന്ന ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ലൈംഗിക ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, അത് അവരുടെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവിടെ പർട്ടിക്കുലർ കേസ് എന്ന് പറയുന്നത് നിർബന്ധിത ഗർഭഛിദ്രമാണ്. അപ്പോൾ അതിലൊരു ന്യായീകരണവും പറയാനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റിനി, ഒരു കാര്യം കൂടി, ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്ത് ആ കുറ്റകൃത്യത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു ജനപ്രതിനിധിയായി തുടരുന്നത് ശരിയാണോ? എന്താണ് റിനിയുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന, ഇത്രയും വലിയൊരു തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികളൊന്നും ജനപ്രതിനിധികളായിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഏത് പാർട്ടിയിൽപ്പെട്ട, ഇന്ന പാർട്ടിയെന്നോ ഇന്ന ആൾക്കാരെന്നോ ഒന്നുമല്ല, ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നവർ ജനപ്രതിനിധി എന്നല്ല രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കാൻ യോഗ്യരല്ല. അതല്ലെങ്കിൽ ആ വ്യക്തി ആ തെറ്റ് തിരുത്തി ജനങ്ങളോടും ആ വ്യക്തികളോടും ആ സ്ത്രീകളോടും മാപ്പ് പറഞ്ഞ് തിരിച്ചു വരണം. അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വളരെ നന്ദി റിനി. ക്ലാരിറ്റിയുള്ള നിലപാടുകൾക്ക്. റിനിക്ക് പൊതുസമൂഹത്തിൽ നിന്ന് പിന്തുണയുണ്ട്. ഇപ്പോൾ കല്ലെറിയുന്നവർക്ക് നാളെ റിനിയാണ് ശരിയെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. താങ്ക് യു റിനി ആൻഡ് ജോർജ്.